അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് BMW E30 M3 ഡ്രിഫ്റ്റ് കാറുമായിട്ടാണ്. നമുക്ക് 2 കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, വൈറ്റും റെഡും. അതിൻ്റെ ഉള്ളിൽ ഞാൻ തുറന്ന് കാണിച്ചു തരുന്നുണ്ട്. കാരണം എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ച സാധനം, അതിൻ്റെ ഉള്ളിൽ എന്താ വരുന്നതെന്നും കൂടെ ഒന്ന് കാണിക്കണം. അവർക്ക് നമുക്ക് ഇവിടെ ചിത്രത്തിൽ കാണാൻ പറ്റും 2 കളറും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ നമ്മൾ മുന്നേ ഒന്ന് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഷോർട്സ് വീഡിയോ ഒക്കെ ഇടുന്ന സമയത്തും അങ്ങനെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് മെസ്സേജ് വരുന്നുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട്, ഇതിൻ്റെ ഉൾഭാഗം കാണിക്കും, ബാക്കി ഡീറ്റെയിൽസ് കാണിക്കും എന്നൊക്കെ. പിന്നെ നമ്മളൊരു വൈറ്റ് കളറിൻ്റെ മാത്രം വീഡിയോ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നി രണ്ടും കൂടെ വെച്ചിട്ടൊരു വീഡിയോ ഇടാം. ഏറെക്കുറെ രണ്ടും സ്പെക്കും കാര്യങ്ങളെല്ലാം സെയിം ആണ്, അതിൻ്റെ ജസ്റ്റ് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. എന്തായാലും നമ്മുടെ കയ്യിൽ 2 ഐറ്റം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്തെടുക്കാം. ഇത് ആക്ച്വലി വൈറ്റ് കളറാണ്, ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഇത് റെഡ് കളർ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, വൈറ്റ് നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്താണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് റെഡിൽ നിന്ന് അൺബോക്സ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് റെഡ് പുറത്തോട്ട് എടുക്കട്ടാ. ബോക്സിൻ്റെ ഉള്ളിൽ വേറെ ഒന്നുമില്ല. ഈ ബോക്സ് ജസ്റ്റ് പരിചയപ്പെടുത്താൻ മറന്നുപോയി. സാധാരണ നമ്മൾ ബോക്സ് പരിചയപ്പെടുത്തിയിട്ടാണ് തുടങ്ങാറ്. ഇവിടെ ഒരു റെഡ് BMW ഉണ്ട്. റെട്രോ എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര്. ഇത് ആക്ച്വലി ഇതിനൊരു പഴയ മോഡലുണ്ട് കേട്ടോ. ഇതിൻ്റെ പഴയ മോഡലുണ്ട്, അതിലെനിക്ക് തോന്നുന്നത് 7 കളേഴ്സ് അല്ല തോന്നുന്നു. ഇതിൻ്റെ അപ്ഗ്രേഡ് വെർഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവർ പറയുന്നത് അപ്ഗ്രേഡഡ് 7 കളേഴ്സ്, താഴെ 7 ലൈറ്റ് ഉണ്ടെന്നുള്ള രീതിയിലാണ്. ബാക്കി ഇതിന് RC കൺട്രോൾ, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഉള്ളൂ. ഇതിൻ്റെ റിമോട്ട് 4 വീൽ ഡ്രൈവ് ആണ്, 2.4 GB. ഇതിൻ്റെ കൺട്രോൾ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും, ലൈറ്റ് ഉണ്ട്. പിന്നെ താഴെ ഭാഗത്ത് ഇതിൻ്റെ റിമോട്ടിനകത്ത് 3 ട്രിപ്പിൾ എ ബാറ്ററിയാണ് വരുന്നത് റിമോട്ടിനകത്ത്. പിന്നെ ഇതിനെങ്ങനെയാണ് ഇതിൻ്റെ കാറിനകത്ത് ബാറ്ററി എങ്ങനെയാണ് ഇടുന്നത് എന്നുള്ളത് ഇത് അവരുടെ അടുത്ത് തന്നെ വേറെ മോഡലിൻ്റെ ഒക്കെ ഇവിടെ ഉണ്ട്. ഈ സൈഡിൽ വേറെ റിമോട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഓക്കെ, അതിനകത്ത് പറയുന്നത് ത്രോട്ടിൽ ഏതാ, പിന്നെ സ്റ്റിയറിങ് ഏതാ, പിന്നെ ഇതിനകത്തൊരു 4 ബട്ടൺ ഉണ്ട്. അതിലൊന്ന് ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ, ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാൻ, ത്രോട്ടിൽ ട്രിം, അങ്ങനത്തെ കുറച്ച്. ഓക്കെ, 2 ലൈറ്റ് മോഡും 7 കളേഴ്സും എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, നമ്മൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച റിമോട്ട്. ഓക്കെ, അത്യാവശ്യം നല്ലൊരു ഗൺ ടൈപ്പ് റിമോട്ടാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് വന്നൊരു എൻക്വയറിയിലുള്ളൊരു സാധനമായിരുന്നു, റിമോട്ടിന് ഈ സാധനം പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട്. അത് ഇതുപോലെ നല്ലോണം ശ്രദ്ധിക്കണം. ഇതിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്ത ആളുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്നങ്ങ് റൊട്ടേറ്റ് ചെയ്യും. അപ്പം അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, അത് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് അത്ര വലിയ ഉറപ്പുള്ള സംഭവം ഒന്നും ആയിരിക്കില്ല ഇങ്ങനത്തെ റിമോട്ട് കാറിൻ്റെ ഇങ്ങനത്തെ സ്റ്റിയറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ. കാരണം ഇത് റൊട്ടേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ചില ആളുകൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാവും, ഇത് ഇങ്ങനെ ചെയ്താൽ എന്തായിരിക്കും. അപ്പോൾ ആ ക്യൂരിയോസിറ്റിൻ്റെ പുറത്തെങ്ങാണ്ട് ചെയ്താണ്. ആളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആളെ ആമസോണിൽ നിന്ന് അവിടെ പർച്ചേസ് ചെയ്തതാണ്. നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങുമ്പം നമ്മൾ എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളത്. കാരണം നമുക്കിതിന് വാറണ്ടി അങ്ങനത്തെ സാധനങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയിട്ട് നമ്മളായിട്ട് റെഡിയാക്കി കൊടുക്കുന്ന രീതിയിലുള്ളതാണ്. അപ്പം ആക്ച്വലി അപ്പോൾ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ. ഇതാണ് ബട്ടൺസ് വരുന്നത്, കാണുന്നുണ്ടോ വിചാരിക്കുന്നു. അതിനകത്ത് ടോപ്പിൽ ത്രോട്ടിൽ ട്രിമ്മിൻ്റെ ആണ്, താഴെ ലൈറ്റിൻ്റെ 2 മോഡ് സ്വിച്ച്, പിന്നെ ഒരു RX TX എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ട്രാൻസ്മിറ്ററിൻ്റെയും ഇതിൻ്റെയും കൺട്രോളിൻ്റെ ലൈറ്റാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു ഓൺ ഓഫ് ബട്ടൺ, ഇവിടെയാണ് ഓൺ ഓഫ് വരുന്നത്. പിന്നെ ഈ സൈഡിൽ ബട്ടൺസ് ഒന്നുമില്ല, അവിടെ ഒരു ഇത് കാണുന്നുണ്ട്. പിന്നെ ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് നമുക്ക് തുറന്ന് കാണിച്ചു തരാം. ഇത് സ്ക്രൂഡാണ് കേട്ടോ. പിന്നെ റിമോട്ടോട് നിൽക്കട്ടെ. പിന്നെ നമുക്ക് വരുന്നത് എന്താ പറയുക, ഒരു ബോക്സാണ്. അതിനകത്ത് ഇതിൻ്റെ ബാറ്ററി നമുക്ക് വരുന്നത് ഇതിനകത്ത് ആക്ച്വലി MAH മെൻഷൻഡ് അല്ല, എത്ര ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് മുന്നേ ഉള്ളത് 1/2 മണിക്കൂറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഡ്രിഫ്റ്റ് വൈറ്റ് ചെയ്ത സമയത്ത്. ഇതാണ് ബാറ്ററി. പിന്നെ ഇതിനകത്ത് എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഒരു അഡാപ്റ്റർ, ബാറ്ററിയിലോട്ട് ചാർജ് ചെയ്യാനുള്ള കേബിള്. ഇത് നമ്മുടെ
സാധാ മൊബൈലിൻ്റെ അഡാപ്റ്ററൊക്കെ ഉണ്ടാവുമല്ലോ ചാർജ് ചെയ്യുന്നത്, അതിനകത്ത് കണക്ട് ചെയ്താൽ മതി, എന്നിട്ട് കൊടുക്കാം. അത്രയാണ് ഇതിനകത്ത് വരുന്നത്. അത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ താഴെ ഒന്നുമില്ല. പിന്നെ വരുന്നത് നമ്മുടെ കാർ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, പുറത്തെടുക്കാം. ഇത് ഇവിടെ ഒരു ഹോൾഡർ വെച്ചിട്ട് ഹോൾഡ് ചെയ്തേക്കുന്നതാണ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് തിരിച്ച് എടുക്കണം, തുറന്നെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു സ്ക്രൂ ടൈപ്പാണ് വരുന്നത് കേട്ടോ. അത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മാറ്റി വെക്കാം. ഓക്കെ, നമ്മളെ കാറ് നമ്മൾ പുറത്തെടുക്കാം. ഇതാണ് ഐറ്റം. കാറിലോട്ട് വരാം. അതിൻ്റെ മുന്നേ ഇതിനകത്ത് എക്സ്ട്രാ വരുന്നത് 4 ഡ്രിഫ്റ്റ് കോണ് വരുന്നുണ്ട്. ഓക്കെ, 4 ഡ്രിഫ്റ്റ് ടയറുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത് നോർമൽ ടയറാണ്, ഡ്രിഫ്റ്റ് ടയർ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ആ ടയർ ചേഞ്ച് ആക്കാനുള്ള ടൂള്. ഓക്കെ, കാണുന്നുണ്ടോ? ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് പുറത്തെടുക്കാം, കാണിച്ചു തരാം. ഇതാണ് നമ്മളെ റെഡ് ഡ്രിഫ്റ്റ്. ഓക്കെ, ഇനി കാർ നോക്കാം. നല്ല അടിപൊളി കളറാണ് റെഡ്. നല്ല എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ റെഡ്. വൈറ്റും നല്ല കൊള്ളാം. ഫ്രണ്ടിൽ ആസ് യൂഷ്വൽ BMW M330 ഗ്രില്ല് വരുന്നുണ്ട്. 2 ലൈറ്റ് വരുന്നുണ്ട്. ലൈറ്റൊക്കെ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഒക്കെ ഒരു പോലത്തെ ഒരു ലൈറ്റിൻ്റെ ഒരു ഇതുണ്ട്. വർക്കിംഗ് ഒന്നുമല്ല. ബാക്കിയെല്ലാം ക്ലോസ്ഡ് ആണ്, ഭയങ്കര ബ്ലാക്ക് ആണ്. സൺറൂഫ് ഇതൊന്നും നമുക്ക് ഉള്ളിലോട്ട് എന്താ ഉള്ളതെന്ന് കാണാൻ പറ്റില്ല. സൈഡിലോട്ട് വരികയാണെങ്കിൽ ടയറിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ വീൽ കപ്പ് ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കളറുണ്ട്. ഇത് പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ഡ്രിഫ്റ്റ് ടയറിലോട്ട് ഇത് മാറ്റാൻ പറ്റൂല എന്ന് തോന്നുന്നു. ഇത് ഈ ടയറിന് മാത്രമേ ഉള്ളൂ, ഡ്രിഫ്റ്റ് ടയറിന് അങ്ങനെ ഇല്ല എന്ന് തോന്നുന്നു. പിന്നെ സൈഡിൽ വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. പിന്നെ ഞാൻ മറ്റേതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റബ്ബറിൻ്റെ സൈഡ് മിറർ. ഇത് ആക്ച്വലി ഭയങ്കര ഒരു അടിപൊളി സംഭവമാണ്. കാരണം നമ്മൾ ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചുമ്മാ എവിടെയെങ്കിലും പോയി ഇടിക്കുക അങ്ങനത്തെ ഒക്കെ സംഭവിക്കും. അപ്പോൾ ഇനി ഇതാണെങ്കിലും ക്രൗളേഴ്സ് ആണെങ്കിലും ഒക്കെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, മുന്നേ നമ്മളൊരു K5 ബ്ലേസറിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഇതിനകത്തൊക്കെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇടിച്ച് വീഴുമ്പോഴേക്ക് അതിൻ്റെ ആ സൈഡ് ഗ്ലാസ് പൊട്ടിപ്പോയി. പിന്നെ നമുക്കത് എന്താ പറയുക, നന്നാക്കി എടുക്കുന്നത് ഭയങ്കര റിസ്ക്കാണ്. ഒട്ടിച്ചൊക്കെ വെച്ച് സെറ്റാക്കണം. അപ്പം ഇങ്ങനെ റബ്ബർ ടൈപ്പ് വരുന്നത് ഭയങ്കര ഒരു അടിപൊളിയാണ്. ഇനി നല്ല ടയറൊക്കെ തന്നെ കേട്ടോ. ബാക്കിലോട്ട് വരികയാണെങ്കിൽ ഒരു ബ്രേക്ക് ലൈറ്റ് സെറ്റപ്പ് വരുന്നുണ്ട്. എക്സോസ്റ്റിൻ്റെ 2 ഇതുണ്ട് ഇവിടെ. വേറെ കാര്യമായിട്ടൊന്നുമില്ല. സ്പോയിലർ, ചെറിയൊരു സ്പോയിലർ ഇതിൻ്റെയൊക്കെ പോലുള്ള. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ തുറന്ന് കാണിച്ചു തരുന്നുണ്ട്. കാരണം എൻ്റെ അടുക്ക് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ച സാധനം, അതിൻ്റെ ഉള്ളിൽ എന്താ വരുന്നതെന്നും കൂടെ ഒന്ന് കാണിക്കണം, അവർക്ക് വാങ്ങിക്കാൻ ഡീറ്റെയിൽസ് ആയിട്ട് അറിയാനാന്നുള്ളത്. നമുക്ക് എന്തായാലും തുറന്ന് കാണിക്കാം. പിന്നെ താഴെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ്. ഇതും സ്ക്രൂ വെച്ചിട്ട് ഇതാണ് നമുക്ക് തുറക്കാം. ഇവിടെ 2 സ്ട്രിപ്പ് വരുന്നില്ലേ, ഇത് രണ്ടും ലൈറ്റാണ്. ഇതാണ് അവർ അപ്ഗ്രേഡ് ചെയ്ത് 7 കളർ ആക്കി എന്ന് പറഞ്ഞത്. മുന്നേ അത് കുറഞ്ഞ കളേഴ്സ് എന്തുള്ളായിരുന്നു തോന്നുന്നു. കാരണം പഴയ മോഡൽ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല ആക്ച്വലി. പിന്നെ ഇത് ഫ്രണ്ടിലെ സ്റ്റിയറിങ് മറ്റേ ട്രിം ചെയ്യാൻ റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട്. ഏറെക്കുറെ എത്രയാണ് ഇതിനകത്ത് വരുന്നത്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അതും കൂടെ റൺ ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള റെഡ് കളറും വൈറ്റ് കളറും. പിന്നെ അതിൻ്റെ റിമോട്ട് കാര്യങ്ങൾ. ബോക്സിൽ വരുന്ന 4 ഡ്രിഫ്റ്റ് ടയറുകളുണ്ട്. ഇതാണ് ഡ്രിഫ്റ്റ് ടയർ വരുന്നത്. 4 വരുന്നുണ്ട്. വണ്ടിയിൽ ഒറിജിനൽ ടയർ ഇട്ടിട്ടുള്ളത്. ഓക്കെ, നമുക്ക് മാറ്റി വെക്കാം. പിന്നെ വരുന്നത് ഇത് ഡ്രിഫ്റ്റ് ടയർ ഊരാനുള്ള ടൂളാണ്. എന്താ പറയുക, ടയർ ഊരിയെടുക്കാൻ ജസ്റ്റ് ഇത് പ്രസ് ചെയ്തിട്ട് തിരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ടയർ ഊരിയെടുക്കാൻ പറ്റും, അതിനുള്ള ടൂളാണ്. പിന്നെ ഇത് വരുന്നത് 4 ഡ്രിഫ്റ്റ് കോണ്. ഡ്രിഫ്റ്റ് ചെയ്യുമ്പം ഒരു അടിപൊളി സെറ്റാക്കി ഡ്രിഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് 4 ഡ്രിഫ്റ്റ് കോണ് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ചാർജർ, ചാർജിങ് കേബിള്, ബാറ്ററി, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ റിമോട്ട്, 2ൻ്റെ റിമോട്ട് ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം റെഡിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് നോക്കാം. വൈറ്റ് പുറത്തൊക്കെ മാറ്റി വെക്കാം. അപ്പം ഇതിൻ്റെ താഴെ ഭാഗത്തുള്ള സ്ക്രൂ ഉണ്ട്, അത് ജസ്റ്റ് ഊരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. ബാറ്ററി ഇടാം. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റ് കാണിച്ച സമയത്ത്, ഇതിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് വരുന്നതേ 2 സെപ്പറേറ്റ് ഇതുപോലെയാണ്. എനിക്ക് തോന്നുന്നത്
ഒരു 4 വീൽ ആയതുകൊണ്ട് ഫ്രണ്ടിലോട്ട് ആക്സ് ഇത് കൊടുത്തോണ്ടാണോ അറിയില്ല, ഇവിടെ ഒരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ വെക്കാം ബാറ്ററി. ഉണ്ടാവും അങ്ങനെ ഒരു സൈഡിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാൻ പറ്റും. അത് കുഴപ്പമില്ല, നല്ല രീതിയിലായിട്ടുണ്ട്. ചില സമയത്ത് ഈ ബോക്സ് അടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും അത് നമ്മൾ ഇട്ടു. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട്, ഓക്കെ ക്ലോസ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെയാണ് വണ്ടിയുടെ ഓൺ സ്വിച്ച് വരുന്നത്. ജസ്റ്റ് ഓൺ ആക്കാം. നേരം താഴെ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ ഇതാ ഒരു വാം കളറോ അല്ലെങ്കിൽ ഒരു ഓറഞ്ച്, ഇൻഡിക്കേറ്ററിൻ്റെ പോലത്തെ ഒരു ഓറഞ്ച് കളറ്, പിന്നെ ഒരു വൈറ്റ് കളർ, ഈ 2 ലൈറ്റാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ കണ്ടോ ബ്രേക്ക് ലൈറ്റ് 2 വരുന്നുണ്ട്. ഇത്രയും ലൈറ്റാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് ആക്ച്വലി. ഓക്കെ, അങ്ങനെ ചെയ്യാം, ഇയാളെ ഓണാക്കി വെക്കാം. നല്ല രസമല്ലേ കാണാൻ. നമുക്ക് ഇയാളെയും കൂടെ ഓണാക്കി വെക്കാം. ജസ്റ്റ് ദൂരിട്ടോ. ഉണ്ടാ ഫ്രണ്ടില്, താഴെ, ബാക്കിൽ ഏതാ ഭംഗിന്ന് നോക്കിയിട്ട് പറയും, ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ബ്ലിങ്ക് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ട്. നോക്കിയിട്ട് പറ എങ്ങനെയുണ്ട്, ഏതാ ഭംഗി കാണാൻ, ഇതാണോ ഇതാണോ? എനിക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് കേട്ടോ. രണ്ടും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിനിവിടെ എന്താ പറയുക, BMW ഒരു ലൈൻ, ആ ലൈറ്റ് കളറിൻ്റെ ഒരു ലൈനിങ് വരുന്നുണ്ട്. ഇതിനകത്ത് ആക്ച്വലി അത് വരുന്നില്ല, അത് മാറ്റാണ്. ഇത് എനിക്ക് തോന്നുന്നു റെഡിന് ആക്ച്വലി അങ്ങനെ ഒരു സാധനം വരുന്നില്ല തോന്നുന്നു, വൈറ്റ് കളറിൽ മാത്രം അങ്ങനെ വരുന്നുള്ളൂ തോന്നുന്നു. ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചത്. ഇതാണ് ആക്ച്വലി ബാക്ക് എന്നുള്ള വ്യൂ, വൈറ്റിൻ്റെതും റെഡിൻ്റെതും. പിന്നെ നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്തായാലും ഏതെങ്കിലും ഒന്നിൽ എന്തായാലും ബാറ്ററി ഇടണമല്ലോ. അപ്പം ഏതിൻ്റെ റിമോട്ടാണെന്ന് എനിക്ക് ഓർമ്മയില്ല, മറന്നുപോയി. മാറ്റി വെച്ചിട്ട് നമുക്ക് പിന്നെ സെറ്റാക്കാം. ബോക്സൊക്കെ ഇടുമ്പോൾ കറക്റ്റായാൽ മതി, ഇല്ലെങ്കിൽ എന്തായാലും നമ്മൾ അയക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇത് ചെക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല കേട്ടോ. നമ്മൾ ഫുൾ ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് വർക്കിംഗ് ആണോ, എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടോ നോക്കി നമ്മൾ ഫുൾ ചെക്ക് ചെയ്ത് വർക്കിംഗ് ആണോ, കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ റെഡിയാക്കി ക്ലിയർ ചെയ്ത് എന്നിട്ടൊക്കെയാണ് നമ്മൾ അയക്കാറ്. കംപ്ലൈൻറ്റ് പീസായിട്ട് നമ്മൾ ആർക്കും ഇതുവരെ അയച്ചിട്ടില്ല. നമ്മൾ ബാറ്ററി ഇട്ടിട്ടുണ്ട്. ഇതായിരുന്നു ബാറ്ററി കമ്പാർട്ട്മെൻറ്റ്. 3 AAA ബാറ്ററിയാണ്. നമുക്ക് ഓണാക്കി വെക്കാം. ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാളും ഓഫായിട്ടുള്ളത്. കുറച്ച് നേരം നമ്മൾ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓഫാവും. ഓഫാക്കിയിട്ട് ഒന്നുകൂടെ രണ്ടാമത് ഓണാക്കിയാൽ മതി. ഇപ്പോൾ കണക്റ്റായി. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വെച്ചിട്ടുണ്ട്. നമ്മൾ ബാറ്ററി ഇട്ടെല്ലാം സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ത്രോട്ടിൽ കൊടുത്തു നോക്കാം. ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതൊരു നോർമൽ സ്പീഡും ഉണ്ട്. ഇവിടെ ത്രോട്ടിൽ +- 2 ബട്ടൺ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്ലസ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഇത് മാക്സിമം സ്പീഡിലോട്ട് പോകും. ഓക്കെ, ഇനി നമ്മൾ മൈനസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞു വരും. ഈ ഒരു ഓപ്ഷൻ റിമോട്ടിനകത്തുണ്ട്. ഡ്രിഫ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് എത്ര സ്പീഡിൽ എങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യണം എന്നൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അത് കുറച്ചുകൂടി അടിപൊളിയായിട്ട് തോന്നി. പിന്നെ നമ്മൾ ഫ്രണ്ട് ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ട് നിൽക്കും. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റും ഈ ഓറഞ്ച് ലൈറ്റും രണ്ടും ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. താഴെ പിന്നെ ബാക്കിലുള്ള ബ്രേക്ക് ലൈറ്റ് ഉണ്ട്. ഇത് ഫ്രണ്ട് ത്രോട്ടിൽ കൊടുക്കുന്ന റിവേഴ്സ് കൊടുക്കുന്ന സമയത്താണ് ബാക്കിലെ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അത് റിവേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഫ്രണ്ടിലത്തത് ഫ്രണ്ട് ത്രോട്ടിൽ മാത്രം. ഇനി താഴെ നമുക്ക് 7 കളേഴ്സിൽ ലൈറ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന് ആക്ച്വലി ഇവിടെ 2 ബട്ടൺ ഉണ്ട്. ആദ്യത്തെ ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഗ്രീന്, ബ്ലൂ, ഇതേതാ മിന്നിങ്ങിൻ്റെ കളർ,
ഇത് ഇത് കളറ് നമുക്കൊക്കെ നീലയും പച്ചയും ചുവപ്പും തന്നെ. ഓക്കെ, അങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം എത്ര കളർ ഉണ്ട് എന്നുള്ളത്. നമുക്ക് ആക്ച്വലി റെഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. റെഡ് 1 2 3 4 5 6 7. ഓക്കെ, 7 കളർ വരുന്നുണ്ട് താഴെ. ഇനി ഇതിൻ്റെ പുറത്ത് അത് മോഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാട്ടോ ഈ ലൈറ്റ് ചേഞ്ച് ആവുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ലൈറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ആവും, ഓഫ് ആവും. ഓഫ് ആവും, ഓൺ ആവും, ഓഫായി. ഇപ്പൊ നമുക്ക് ത്രോട്ടിൽ കൊടുത്താലും ഒന്നും കൊടുത്താലും ഒരു ലൈറ്റും വർക്ക് ചെയ്യില്ല. ലൈറ്റ് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ലൈറ്റും ഓൺ ആയി. അങ്ങനെ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാലും പിന്നെ അല്ലാതെ താഴെയൊക്കെ ലൈറ്റ് വർക്ക് ചെയ്യും. ഇതാണ് ലൈറ്റിന്റെ ഫങ്ഷനാലിറ്റി വരുന്നത്. പിന്നെ ത്രോട്ടിൽ പ്രൊപ്പോർഷണൽ ആണ്. നമ്മൾ കൊടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ത്രോട്ടിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഡ്രിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്താണെന്ന് അറിയില്ല, സ്റ്റിയറിങ് പ്രൊപ്പോർഷണൽ അല്ല. നമ്മൾ എത്രയാണോ തിരിക്കുന്നത് അതങ്ങ് തിരിഞ്ഞോളും ഒറ്റടിക്ക് തന്നെ. ഓക്കെ, ഓക്കെ. അപ്പോൾ അതാണ് ഇതിനെ പറ്റിയുള്ളത്. ഞാൻ ലൈറ്റിൻ്റെ ഒക്കെ ഞാൻ അടുത്തുനിന്ന് അങ്ങ് കാണിച്ചു തരാം. പിന്നെ ഇതാണ് ബട്ടൺ ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ഇത്രയും ബട്ടൺ ഉണ്ട്. ഇതാണ് സ്പീഡ് കൂട്ടുന്ന ബട്ടൺ, ഈ 2 എണ്ണം. ഇനി ഇതാണ് മോഡും ലൈറ്റും. മോഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഇങ്ങനെ ചേഞ്ച് ആവും. ഓക്കെ, ഇനി ലൈറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ്. പിന്നെ അതുപോലെ ഈ റിമോട്ട് ഞാൻ വീഡിയോസ് ചെയ്ത സമയത്ത് ഈ റിമോട്ടിലെ ലൈറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2 ലൈറ്റ് നമുക്ക് TX-ഉം RX-ഉം വരുന്നുണ്ട്. TX ലൈറ്റ് ആക്ച്വലി ഈ ഒരു ട്രാൻസ്മിറ്റർ എന്താ പറയുക, ഓൺ ആണെങ്കിൽ ഗ്രീൻ കത്തി കൊണ്ട് നിൽക്കും. ഓഫ് ചെയ്തു, ട്രാൻസ്മിറ്റർ ഓൺ ആണ്. പക്ഷേ റിസീവർ സൈഡ് ഇപ്പോഴും ഓൺ അല്ല. അപ്പോൾ അത് ബ്ലിങ്ക് ചെയ്തിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കാന്ന് തോന്നുന്നു. എന്നിട്ട് നമ്മളിത് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസീവറിൻ്റെ ആ ലൈറ്റ് ഓഫായി. പിന്നെ നമ്മൾ അങ്ങോട്ട് സിഗ്നൽ അയക്കുന്ന സമയത്ത് മാത്രമാണ് പിന്നെ അത് വർക്കാവുന്നത്, ആ ഒരു സംഭവം, ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇതിനകത്തുള്ള ഈ ലൈറ്റ് വരുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ, റിമോട്ടിൻ്റെ ഓൺ ഓഫ്. ഓക്കെ, ഇപ്പം ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണണ്ടേ, കാണിച്ചു തരാം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അയച്ച് കാണിച്ചു തരാം. നമുക്ക് 1 2 3 4 5 6 7 ഇത്രയും സ്ക്രൂസ് ഉണ്ട്. നമുക്ക് ഇതിൽ നിന്ന് നയിക്കാം. ഞാൻ റെഡ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാലേ, ആക്ച്വലി ഈ റെഡ് ഞാൻ എൻ്റെ പർപ്പസിന് യൂസ് ചെയ്യാൻ നിൽക്കുന്നതാണ്. അപ്പം ബാക്കി നമ്മൾ കുറച്ച് സ്റ്റോക്കേ നമ്മളെ കയ്യിലുള്ളൂ. അറൗണ്ട് 3000 to 3500 റേഞ്ചിലാണ് നമ്മൾ ഇതിൻ്റെ സെയിൽ വരുന്നത്. അപ്പം താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോ, നമുക്ക് എന്ത് ചെയ്യാം, ഐറ്റം സെറ്റ് ചെയ്ത് തരാം. നല്ല അടിപൊളി വണ്ടി കേട്ടോ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല കിഡിലൻ ഒരു ഡ്രിഫ്റ്റ് കാറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ. ഞാൻ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. RCN ഡൈകാസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ അടുത്തുള്ള അവൈലബിൾ ആയിട്ടുള്ള കുറേ ഐറ്റംസ് നമ്മൾ അതിനകത്ത് ലിസ്റ്റ് ചെയ്യാറുണ്ട്. RCN ഡൈകാസ്റ്റിനകത്ത് നമുക്കൊരു ചാനലും കൂടെ ഉണ്ട്. അതിനകത്തും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ ലിസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ പ്രൈസ് അങ്ങനെ പറയാത്ത എന്താ വെച്ചാൽ, ഒന്ന് നമുക്ക് ആദ്യം നമുക്ക് ഐറ്റംസ് നമ്മൾ എടുത്ത സ്ഥലത്തുനിന്ന് നമുക്കിനി തരൂല എന്നൊക്കെ പറഞ്ഞു. കാരണം നമ്മൾ പ്രൈസ് ഭയങ്കര കുറച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പ്രൈസ് എൻ്റെ ചാനലിനകത്ത് പബ്ലിക്കായി ഇടുകയും ചെയ്തു. അപ്പോൾ നമ്മളെ കോമ്പറ്റീറ്റേഴ്സുള്ള ആൾക്കാർ പരാതി പറഞ്ഞിട്ട് നമുക്ക് തരുന്ന സപ്ലയർ ആദ്യം നമുക്ക് തരൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പ്രൈസ് ഇടാത്തത്. മുന്നേ നമ്മൾ പ്രൈസ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എത്ര സ്ക്രൂ പുറത്തുനിന്ന് 1 2 ഒരു 3 4 സ്ക്രൂ പോകുന്നു. അങ്ങനെ ടോക്കൺ ഇവിടെ എതിർത്തു. ഇത്രയും സ്ക്രൂ എടുത്തിട്ടുണ്ട്. ഓക്കെ, സ്ക്രൂ ഫുള്ളായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഒന്നുകിൽ അത് പോരൂല, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെറിയ പണിയാവും പിന്നെ അത് റെഡിയാക്കാൻ. പോരാത്ത സ്ക്രൂ ആകുമ്പോൾ നമ്മൾ പൊക്കി നോക്കട്ടെ കേട്ടോ. ഊരി എടുത്തിട്ടുണ്ട്. ഓക്കെ,
ഇവിടെ ഏതോ ഒരു സ്ക്രൂ പോന്നിട്ടില്ല, സ്ക്രൂ അല്ല. ഓക്കെ, എടുത്തു. ഇതാണ് ഇതിൻ്റെ ഉൾവശം വരുന്നത്. ഇത് ഭയങ്കര അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കാണുന്നുണ്ട് വിചാരിക്കുന്നു. ഞാൻ ഇങ്ങോട്ടേക്ക് വെക്കാം. ഇരുവശം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ റിസ്ക്കാണ്. അത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് വരുന്നത് ഇതിൻ്റെ ചാനൽ കാര്യങ്ങൾ. ഇതിനകത്ത് ഇതാണ് ഫ്രണ്ടിലെ ലൈറ്റിൻ്റെ കൺട്രോൾ വരുന്നത്. ഇത് ബാക്കിലെ ലൈറ്റിൻ്റെ ഒരു സൈഡത്തത്. ഇത് അപ്പുറത്ത് രണ്ട് സൈഡിക്കും രണ്ടെണ്ണം ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് എന്താ പറയുക, ഇത് ഈ സൈഡിലെ LED ബാറിലോട്ടുള്ള ലൈറ്റ് ഇവിടെ നിന്ന് വരുന്നു. ഇപ്പുറത്തോട്ട് RCB1 RCB2 ഇതിങ്ങോട്ട് ചാനൽ ഇങ്ങോട്ടാണ്. പിന്നെ ഇതാണ് നമ്മുടെ മോട്ടർ വരുന്നത്. പക്ഷേ മോട്ടർ പുറത്തുനിന്ന് അങ്ങനെ അങ്ങ് കാണാൻ പറ്റുന്നില്ല, എന്താണ് സംഭവം ഏതാണെന്നുള്ളത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട്. ഇതിൻ്റെ ഈ കവറിങ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ. അതായത് ഇതിൻ്റെ എൻജിൻ്റെ ഇതിലോട്ട് അങ്ങോട്ട് അധികം ഡാമേജ് ഇതിനകത്തൊന്നും വരരുത് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പുറത്ത് ലൈറ്റിൻ്റെ വരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ കവറിങ് കാര്യങ്ങളുണ്ടോ പുറത്തെ സൈഡ്. ഇതാണ് ഇതിനകത്ത്. ഇത് നമ്മളെ LED ലൈറ്റിൻ്റെത് ഒന്ന്. ഇതും അപ്പുറത്തെ LED ലൈറ്റിൻ്റെത്. ഇത് ബാക്കിലെ ബ്രേക്ക് ലൈറ്റ് ഒന്നുണ്ടത്. ഇത് ഇപ്പുറത്ത് ബ്രേക്ക് ലൈറ്റ് ഒന്നുണ്ടത്. പിന്നെ ഇതാണ് തോന്നുന്നത് FB എന്തോ മോട്ടറിൻ്റെ ഇതാണ് തോന്നുന്നു വരുന്നത്. പിന്നെ ഇത് വരുന്നത് സ്വിച്ചിൻ്റെ ആണ് ഈ സാധനം. പിന്നെ ഇത് ഫ്രണ്ടിലെ ലൈറ്റിൻ്റെ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബോഡി. ഇവിടെ ഒന്നും വരുന്നില്ല, ലൈറ്റിൻ്റെ കിറ്റ് മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഇതുണ്ടോ, അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം. മോട്ടർ പക്ഷേ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല. എന്താ പറയുക, ഇങ്ങനെ ഉണ്ടല്ലോ ഒറ്റ മോട്ടറുള്ളൂ, അത് വെച്ച് കണക്ട് ചെയ്താണ് റോഡ് വഴി. അതുകൊണ്ടാണ് നമുക്ക് താഴെ ബാറ്ററി ബോക്സിൻ്റെ ഉള്ളിലൊരു കുഴിഞ്ഞൊരു ഭാഗം കാണുന്നില്ലേ, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് വരുന്നത്. ഓക്കെ, ഇവിടെ നിന്നാണ് ഫ്രണ്ടിലെ കൺട്രോൾ ചെയ്യുന്നത്, റൈറ്റ് ലെഫ്റ്റ്. ഇനി അതിന് വേറെ റൈറ്റ് ലെഫ്റ്റ് സെർവോ പോലത്തെ രീതിയിൽ ഇതിനകത്തൊരു മോട്ടർ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. അത് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റും അറിയില്ല, ഇതിൻ്റെ ഉള്ളിലുണ്ട്. സ്പീഡ് 4x4 മൂവ്മെൻറ്റിന് ഈ ഒരു ബാറ്ററിയാണ് യൂസ് ചെയ്തേക്കുന്നത്. മറ്റേത് എനിക്ക് തോന്നുന്നത് സാധാ നോർമൽ ആണോ എനിക്കറിയില്ല. വരുന്നത് ഇതാണ് ഇതിന് ഉൾഭാഗം. ഓക്കെ, ഉൾഭാഗം ചോദിച്ച ആൾക്കാർക്ക് നമ്മുടെ റിമോട്ടിനകത്ത് അതിപ്പോൾ ഫ്രണ്ട് ത്രോട്ടിൽ കൊടുത്തിട്ട് പെട്ടെന്ന് ബാക്കോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട് ഉണ്ടോ. ഓക്കെ, പിന്നെ കുറച്ചൊരു ഹോൾഡേ ഉള്ളൂ, പിന്നെ റിവേഴ്സ് ആവും ഓട്ടോമാറ്റിക്കലി ഉണ്ടോ. നമ്മൾ ഭയങ്കര പെട്ടെന്ന് ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴേ പെട്ടെന്ന് അങ്ങ് ഹോൾഡ് ചെയ്ത് നിർത്തുക അല്ലെങ്കിൽ ഡ്രിഫ്റ്റിങ് ചെയ്യാനൊക്കെ ഇത് ഭയങ്കര അടിപൊളിയാണ് ഈ ഒരു ഫീച്ചർ. ഓക്കെ, നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ടയർ ചേഞ്ച് ഒക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ഡ്രിഫ്റ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഡ്രിഫ്റ്റ് ടയർ ഇട്ടിട്ടില്ല, നോർമൽ ടയർ കേട്ടോ. പക്ഷെ മറ്റ് എന്താ പറയുക, ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള മറ്റ് ഡ്രിഫ്റ്റ് കാറുകളെ അപേക്ഷിച്ച് ഇത് ഭയങ്കര സ്മൂത്താണ്. ഇങ്ങനെ ഓടിക്കുന്നതിനൊക്കെ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര സ്മൂത്തായിട്ട് അത് റൺ ചെയ്യുന്നത് കണ്ട്. ഇതിലും പയ്യെ ഡ്രിഫ്റ്റ് ആവും, ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ ലൈറ്റ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമുണ്ട്, ഇൻഡിക്കേറ്റർ. നമ്മൾ ഏത് സൈഡിലേക്കാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് ആ സൈഡിലേക്കുള്ള ബാക്ക് ലൈറ്റ്, ഫ്രണ്ടിൽ നിന്നും ലൈറ്റ് ഇല്ല, ബാക്കിലെ ലൈറ്റ് മാത്രം. ഏത് സൈഡിലേക്കാണോ തിരിക്കുന്നത് നോർമൽ ടയർ ഒഴിവാക്കിയിട്ട് നമ്മൾ ഡ്രിഫ്റ്റ് ടയർ ഇട്ടു. ഈ റെഡ് കളറിന് എനിക്ക് തോന്നുന്നത് ഡ്രിഫ്റ്റ് ടയറെ കുറച്ചുകൂടി അടിപൊളിയും തോന്നുന്നല്ലേ മറ്റേ കളറിനേക്കാളും, ഈ ഒരു ടൈപ്പിനേക്കാളും.
ജസ്റ്റ് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്നുള്ള കേട്ടോ. അങ്ങനെ നമ്മൾ ഡ്രിഫ്റ്റ് ലെയർ ഇട്ടുകൊണ്ടല്ലേ, നമ്മൾ റൺ ചെയ്ത് നോക്കാം. നീങ്ങി പോകുന്ന കണ്ടിയാ. എങ്ങനെയുണ്ട്?